നീതിമാന്റെ രക്തത്തിനെതിരെ ഒരുമിച്ച് കൂടുകയും കുറ്റമില്ലാത്ത രക്തത്തെ കുറ്റം വിധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നവീൻ ബാബുവിന്റെ കേസിൽ നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നീതിമാന്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവർ മറുപടി പറഞ്ഞേ തീരൂ എന്നെങ്കിലും. അതാണ് ADM നവീൻ ബാബുവിന്റെ മരണവുമായി അതോ കൊലപാതകമോ അതുമായി ബന്ധപ്പെട്ട കേസിൽ നാം നിരന്തരമെന്നോണം കണ്ടുകൊണ്ടിരിക്കുന്നത്. സങ്കടകരമായ മരണത്തിന് ശേഷവും നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് ചിത്രീകരിക്കാനും അതിനാവശ്യമായ തെളിവുകൾ കണ്ടെത്താനുമുള്ള ശ്രമങ്ങളാണ് CPM-ഉം CPM-ന്റെ നിർദ്ദേശപ്രകാരം കേരള പോലീസും ചെയ്തുകൊണ്ടിരുന്നത്. ഈ പെട്രോൾ ബങ്കിന് NOCക്ക് അപേക്ഷിച്ച ആളുണ്ടല്ലോ, പ്രശാന്ത്, അദ്ദേഹം 2 പരാതികൾ നൽകിയെന്നാണ് പറയുന്നത് നവീൻ ബാബുവിനെതിരായിട്ട്. ഒന്ന് വിജിലൻസിന്, രണ്ടാമത് കേരള മുഖ്യമന്ത്രിക്ക്. അത് ഈ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതായത് നവീൻ ബാബുവിനെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുക, അങ്ങനെ പ്രതികളായവരെ അല്ലെങ്കിൽ പ്രതിയായവരെ സംരക്ഷിക്കുക, രക്ഷപ്പെടുത്തുക. ആ ശ്രമമാണ്, അതിനുവേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു ഈ പരാതിക്ക് പിന്നിൽ ഉണ്ടായിരുന്നത്. വിജിലൻസ് ആ കേസെടുത്തു, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. ഇപ്പോൾ അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ വളരെ വ്യക്തമായി പറയുന്നത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുക്കുകയോ അദ്ദേഹം അത് കൈപ്പറ്റുകയോ അങ്ങനെ ലഭിച്ച കൈക്കൂലിപ്പണം എവിടെയെങ്കിലും സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അതിന് യാതൊരു തെളിവുമില്ല. അതിന് ഏതെങ്കിലും തെളിവുകൾ നൽകാൻ പരാതിക്കാരന് സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടെ നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കാൻ അല്ലെങ്കിൽ കുറ്റവാളിയാക്കാൻ CPM-ന്റെ നേതൃത്വം നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ നീക്കം ഉൾപ്പെടെ. എന്താണ് PP ദിവ്യ പറഞ്ഞിരുന്നത്? ഞാൻ സദുദ്ദേശപരമായിട്ടല്ലാതെ ഒന്നും നവീൻ ബാബുവിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് നവീൻ ബാബു കുറ്റക്കാരനാണ്, അഴിമതിക്കാരനാണ്. ഈ പമ്പിന് NOC നൽകുന്ന കേസിൽ അദ്ദേഹം 98,500 രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. ആ വിശ്വാസത്തോടെ, അതിൽ നിന്നുണ്ടായ സദുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നവീൻ ബാബുവിനെ പറ്റി യാത്രയപ്പ് യോഗത്തിൽ സംസാരിച്ചതെന്നാണ് ദിവ്യ പറഞ്ഞിരുന്നത്. CPM എന്താണ് പറഞ്ഞത്? അഴിമതിക്കെതിരായിട്ടുള്ള വളരെ ന്യായമായ ഒരു അഭിപ്രായ പ്രകടനം, ഫെയർ കമന്റ്, അല്ലെങ്കിൽ നിർദോഷമായ ഒരു പ്രസംഗം, അങ്ങനെ ദിവ്യയെ രക്ഷിക്കാനാണ് CPM ശ്രമിച്ചത്. അതുപോലെ തന്നെ CPM-ന്റെ നിർദ്ദേശാനുസരണം മാത്രം പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘവും. ഇപ്പോൾ അതെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞ് പാളിഷായിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ നീതിമാനെന്ന് അല്ലെങ്കിൽ സത്യസന്ധനെന്ന് എല്ലാവരും പറയുന്ന, എല്ലാവരും അഭിപ്രായപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു നവീൻ ബാബു. ഈ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം കഴിഞ്ഞപ്പോൾ CPM അവരുടെ സംവിധാനം ഉപയോഗിച്ച്, അവർക്കൊരു ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി കോടതി, പാർട്ടിയുടെ പോലീസ്, പാർട്ടിയുടെ ഇന്റലിജൻസ് എന്നൊക്കെയാണല്ലോ ഒരു വലിയ ഖ്യാതി പറയുന്നത്. ആ സംവിധാനം ഉപയോഗിച്ച് നവീൻ ബാബു ജോലി ചെയ്ത സ്ഥലങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയതാ. അദ്ദേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കേസുണ്ടോ, എന്തെങ്കിലും ഒരു പരാതിയുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ. അതൊന്നും വിജയിച്ചില്ല. അത്ര ഒരാളായിരുന്നില്ല അദ്ദേഹം. വളരെ സത്യസന്ധനെന്ന് പേര് കേട്ടതാ. അദ്ദേഹത്തോട് എതിർപ്പുള്ള ആളുകൾ പോലും അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കർക്കശക്കാരനായിരുന്നിരിക്കാം, ന്യായം വിട്ട് അല്ലെങ്കിൽ നിയമം വിട്ട് ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നിരിക്കാം. അതിനപ്പുറത്ത് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ ഒരു പഴുതും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പ്രശാന്തിന്റെ പരാതി, കൈക്കൂലി കൊടുത്തു എന്ന ആക്ഷേപം. അത് വെച്ചിട്ട് പിണറായിയുടെയും P ശശിയുടെയും കീഴിലുള്ള വിജിലൻസിനെ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കേസ് സംഘടിപ്പിച്ചെടുക്കാം, ഉയർത്തിക്കൊണ്ടുവരാം, അങ്ങനെ ദിവ്യയെ സംരക്ഷിക്കാം. അതുപോലെ ഈ കേസിൽ സംശയിക്കപ്പെടുന്ന വേറെ ആളുകളുണ്ട്, അവരൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാ. കൃത്യമായ ഒരു അന്വേഷണം, CBI പോലൊരു അന്വേഷണം വന്നാല് അതൊക്കെ പുറത്തേക്ക് വരും. ഇതിൽ നിന്നൊക്കെ ഇവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു വലിയ ശ്രമം, ഒരു വൃഥാ ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പോ പരാജയപ്പെട്ടിരിക്കുക. അതുകൊണ്ട് വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? CPM-ന്റെ വിശ്വാസ്യതയാണ് തകരുന്നത് എന്ന് മനസ്സിലാക്കണം. അത് ഈ പാർട്ടി നേതൃത്വം ചിന്തിക്കുന്നില്ല, ആ വഴിക്ക് അവർ ആലോചിക്കുന്നില്ല. എങ്ങനെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, നീതി നടത്തിപ്പിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള
കലാപരിപാടികള് പാർട്ടിയെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷമുള്ള സംഭവവാസങ്ങള്, അന്വേഷണം, കോടതി നടപടികള്, ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത്, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് 99% ആളുകളും CPM-കാരടക്കമുള്ളവര് വിശ്വസിക്കുന്നത് സത്യസന്ധനും നീതിമാനുമായ ഒരു മനുഷ്യനായിരുന്നു നവീൻ ബാബു എന്നാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പോലും അദ്ദേഹത്തിന്റെ ആത്മാവിനെ പോലും വെറുതെ വിടാതെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വെറുതെ വിടാതെ, ഭാര്യയും 2 പെൺമക്കളും മാത്രമാണ് നവീൻ ബാബുവിനുള്ളത്, അവരെ പോലും വെറുതെ വിടാതെ നവീൻ ബാബുവിനെ കുറ്റക്കാരാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു CPM. അവര് വിജിലൻസിൽ വലിയ പ്രതീക്ഷയ്ക്ക് അർപ്പിച്ചു. അവരെന്തെങ്കിലും തപ്പിപ്പിടിച്ചുകൊണ്ട് വരുമെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ പറഞ്ഞല്ലോ, പിണറായിയും ശശിയും ഒക്കെ നിയന്ത്രിക്കുന്ന വിജിലൻസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു തെളിവില്ലാതെ, ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഇല്ലാതെ ഒരു കേസ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വിജിലൻസിന്റെ ഈ പ്രാഥമിക റിപ്പോർട്ടിൽ കൈക്കൂലി കൊടുത്തതിനോ വാങ്ങിച്ചതിനോ ആ പണം സൂക്ഷിച്ചതിനോ ഒരു തെളിവുമില്ല. പരാതിക്കാരന്റെ മൊഴിയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ പരാതി വിശ്വസിക്കുന്നതിന് ഉപോത്ബലകമായിട്ടില്ല എന്ന് വിജിലൻസ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ കേസിലെ പ്രതിക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന തരത്തിൽ ചില വൈക്കോൽ തുരുമ്പുകൾ ഈ റിപ്പോർട്ടിൽ ചേർക്കാൻ കോഴിക്കോട് വിജിലൻസ് സെല്ലിന്റെ DSP നൽകിയ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നവീൻ ബാബുവിന്റെ ആത്മഹത്യ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതിന് 10 ദിവസം മുമ്പ്, അതായത് 5-ാം തീയതി, പ്രശാന്ത് സ്വർണം പണയം വെച്ച് 99,500 രൂപ വാങ്ങി എന്നുള്ളതാണ്. അത് പ്രശാന്ത് പറയുന്നത് അത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ രസീത് പോലീസിന് മുമ്പിൽ അല്ലെങ്കിൽ വിജിലൻസിന് മുമ്പിൽ അയാൾ ഹാജരാക്കിയിട്ടുണ്ട്. രണ്ടാമത് ഈ NOC കിട്ടുന്നത് ആ മാസം 8-ാം തീയതിയാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആളെ കൈപ്പറ്റുന്നത്. അതിന്റെ തൊട്ട് മുമ്പ് നവീൻ ബാബുവും ഈ പ്രശാന്തിനും തമ്മിൽ നടത്തിയ ചില ടെലിഫോൺ സംഭാഷണങ്ങൾ, അതിന്റെ കോൾ രേഖ അല്ലെങ്കിൽ ആ ഫോൺ വിളിച്ചതിന്റെ രേഖ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രശാന്ത് വിജിലൻസ് ആസ്ഥാനത്ത് ചെല്ലുന്നതിന്റെയും പുറത്തേക്ക് ഇറങ്ങി വരുന്നതിന്റെയും ചില CCTV ദൃശ്യങ്ങൾ, അതുപോലെ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിനടുത്ത് നവീൻ ബാബുവും അതുപോലെ തന്നെ പ്രശാന്തും കൂടെ നിൽക്കുന്ന വളരെ വിദൂരമായ, തീർത്തും അവ്യക്തമായ ഒരു ദൃശ്യം. ഇത്രയും കാര്യങ്ങൾ, അതായത് പ്രശാന്ത് നൽകിയ മൊഴി, വിജിലൻസിന് കൊടുത്ത മൊഴിയുണ്ടല്ലോ, അതായത് കൈക്കൂലി കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് ആ മൊഴികളുടെ പശ്ചാത്തലത്തെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ അത് ഈ റിപ്പോർട്ടിൽ പെടുത്തിയിട്ടുണ്ട്. ഇത് പക്ഷേ നാളെ ദിവ്യയ്ക്ക് ഉപയോഗിക്കാൻ സാധിച്ചേക്കാം. അതായത് ഇത്രയും തെളിവുകൾ ഉണ്ടായിരുന്നു, പ്രശാന്ത് എന്നോട് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തമ ബോധ്യത്തോടെ, അതാണ് അവർ നേരത്തെ പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്, സതുദ്ദേശത്തോടെ, സതുദ്ദേശപരമായിട്ട്, അങ്ങനെയാണ് ഞാൻ അന്നത്തെ പ്രസംഗം നടത്തിയത്. ആ വിശ്വാസത്തിലാണ് പ്രശാന്തൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട്. അതിന് ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ട്. അയാളെ വിളിച്ചിട്ടുണ്ട് നവീൻ ബാബു, അല്ലെങ്കിൽ കോട്ടേഷൻ അടുത്ത് വെച്ച് അവർ തമ്മിൽ കണ്ടിട്ടുണ്ട്. ആവക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശാന്തൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉത്തമ വിശ്വാസത്തിൽ അങ്ങനെ ആ യാത്രയപ്യോഗത്തിൽ പ്രസംഗിച്ചതാണെന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ കേസിന്റെ തുടക്കം മുതൽ, അതായത് പെട്രോൾ ബങ്കിനുള്ള NOCക്ക് അപേക്ഷ നൽകുന്നത് മുതലേ ഇവിടെ വലിയ തോതിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഗന്ധമടിക്കുന്നുണ്ട്. ഇതാരാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ മുതൽ മുടക്കുകാരൻ ആരാണ്? ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ ഒരു ബിനാമിയാണോ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് CPM-ഉമായിട്ടുള്ളൊരു ബന്ധം എന്താണ്? പിന്നീട് വിളിക്കാത്ത യാത്രയപ്യോഗത്തിന് ദിവ്യ കടന്നു വരുന്നത്, അവർക്കവിടെ സംസാരിക്കാൻ കളക്ടർ അനുവാദം നൽകുന്നത്, ഇതെല്ലാം വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ അതിലേക്കാണ് വിരലിച്ചുകൊണ്ടത്. ഇത്തരത്തിൽ വളരെ കൃത്യമായ ആസൂത്രണം, ഗൂഢാലോചന നടത്തുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും
പ്രശാന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം നവീൻ ബാബുവിനെ ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ട് ഈ ആവശ്യത്തിന് വേണ്ടി എന്നുള്ളതാണ്. അങ്ങനെ പരിചയമുള്ള ഒരാളെ വഴിയിൽ കണ്ടാൽ ആരെങ്കിലും സംസാരിക്കാതിരിക്കുമോ? അതുപോലെ തന്നെ വിജിലൻസ് ഓഫീസിലേക്ക് പോകുന്നതിന്റെയും വരുന്നതിന്റെയും ദൃശ്യങ്ങൾ അതൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ ആർക്കാണ് വയ്യാത്തത്? അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം പ്രശാന്ത് പറഞ്ഞത് സ്വർണം പണയം വെച്ചിട്ടാണ് ഈ തുക ഉണ്ടാക്കിയതെന്നാണ്. പക്ഷെ പിന്നീട് ആരോഗ്യവകുപ്പ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി. ഇയാൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. പരിയാരം മെഡിക്കൽ കോളേജില് ഏതോ ഒരു ചെറിയ തസ്തികയില് ജോലി ചെയ്യുന്ന ആളാണ്. അതേപറ്റി ആരോഗ്യവകുപ്പ് ചോദിച്ചപ്പോൾ ഇയാൾ എന്താ പറഞ്ഞത്? റബ്ബർ വിറ്റ പൈസയാണെന്നാണ്. ആദ്യം പറഞ്ഞു സ്വർണം പണയം വെച്ചു, പിന്നീട് പറഞ്ഞു റബ്ബർ വിറ്റ പൈസയാണെന്ന്. ഇപ്പൊ വിജിലൻസിലേക്ക് കൊടുത്തിരിക്കുന്നത് ഈ സ്വർണം പണയം വെച്ചതിന്റെ രസീതാണ്. ഏതൊക്കെ കാരണത്തിന് വേണ്ടി സ്വർണം പണയം വെക്കാൻ പറ്റും? എന്നിട്ട് ആ പണം എവിടെ? അത് നവീൻ ബാബുവിന് കൊടുത്തിട്ടില്ല, കൈപ്പറ്റിയിട്ടില്ല, സൂക്ഷിച്ചിട്ടില്ല എന്ന് വിജിലൻസ് പറയുമ്പോൾ ആ പണം പിന്നെ എവിടെ പോയി? അത് കണ്ടെത്തേണ്ടതല്ലേ? വിജിലൻസ് കേസുകളിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അഴിമതി സംബന്ധിച്ച കേസുണ്ടായാൽ ആ പണം എവിടെ? അത് കണ്ടെത്തണ്ടേ? അതിന്റെ ശ്രമം വല്ലതും വിജിലൻസ് നടത്തിയിട്ടുണ്ടോ? ഇവരുടെ സംശയങ്ങൾ, ദുരൂഹതകൾ ഇപ്പോഴും ഈ പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷവും നിലനിൽക്കുകയാണ്. ഒരു പെട്രോൾ ബങ്ക് ആരംഭിക്കുന്നതിന് 5-10 ലക്ഷം രൂപയൊന്നും പോരാ, കോടിക്കണക്കിന് രൂപ വേണം. അതിന് NOCക്ക് അപേക്ഷിക്കുന്ന ഒരു വ്യക്തി പ്രശാന്തൻ, അയാൾ എന്തിനാണ് ഈ കൈക്കൂലി കൊടുക്കാൻ? നവീൻ ബാബു 1 ലക്ഷം രൂപ ചോദിച്ചെന്നാ പറഞ്ഞത്. അത് കൊടുക്കാൻ വേണ്ടി എന്തിനാണ് ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വയ്ക്കുന്നത്? ആദ്യം പറഞ്ഞു 98,500 രൂപ കിട്ടിയെന്നാ, പിന്നെ കേൾക്കുന്നത് 99,500 രൂപ കിട്ടിയെന്നാ. ഈ കണക്ക് ഏതുമായിക്കൊള്ളട്ടെ, നവീൻ ബാബു 1 ലക്ഷമാണല്ലോ ചോദിച്ചത്, നമുക്ക് NOC കിട്ടുകയും വേണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എവിടുന്നെങ്കിലും ഒരു 15,000 രൂപയോ അല്ലെങ്കിൽ 5,000 രൂപ സംഘടിപ്പിച്ച് ഒന്ന് തികച്ചം കൊടുക്കണ്ടേ? അതെന്താ ചെയ്യാതിരുന്നത്? ഈ പണയം കിട്ടിയ തുക അത് മാത്രം കൊണ്ട് കൊടുത്തത് എന്തിനാണ്? മറ്റൊരു കാര്യമുണ്ട്, ഈ ഒരു വലിയ ബിസിനസ് ആണെന്ന് പറഞ്ഞല്ലോ ഈ പെട്രോൾ ബങ്ക്, കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒന്നാണ് എങ്കിൽ അതിനൊരു NOC ലഭിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ NOC ആ ലഭിക്കേണ്ടത്. അതിന് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് എന്തൊരു ചെറിയ തുകയാ. റവന്യൂ വകുപ്പിലെ കൈക്കൂലിയുടെയും ഒക്കെ കണക്ക് റേറ്റ് നമുക്കറിയാം. ഇത്തരത്തിലൊരു NOC 1 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുമോ? ഇത് ആരോടാ പറയുക? ആരാണിത് വിശ്വസിക്കുക? പ്രശാന്ത് 2 പരാതി നൽകിയെന്നാ പറയുന്നത്. ഒന്ന് വിജിലൻസിന്, മറ്റൊന്ന് മുഖ്യമന്ത്രിക്ക്. 8-ാം തീയതിയാണ് NOC കിട്ടുന്നത്. 10-ാം തീയതി വിജിലൻസിന് പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി 10-ാം തീയതി എന്ന് പറയുന്നു. പക്ഷെ ആ പരാതിയില് തീയതി ഇല്ലെന്നും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു വ്യാജരേഖയായിരുന്നു, തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിൽ സൃഷ്ടിച്ചതാണെന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. പേര് പോലും പറയാ, അവിടെ പ്രശാന്തന, അത് വേറൊരു ഒപ്പാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇമെയിൽ അയച്ചു എന്നാ. അതിന് ഇമെയിൽ അവിടെ ഇല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല. അപ്പോൾ 10-ാം തീയതി വിജിലൻസിന് കൊടുത്ത പരാതിയിന്മേലാണ് ഇപ്പോൾ അന്വേഷണം നടന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഇത് പ്രശാന്തിനല്ല കൊടുത്തിരിക്കുന്നത് പരാതി. അങ്ങനെ 99,500 രൂപ നവീൻ ബാബുവിന് കൊടുത്തതായിട്ട് പ്രശാന്തിന്റെ ഒരു ബന്ധുവാണ് വിജിലൻസിനെ അറിയിച്ചിരിക്കുന്നത്. ഇതാരാണ് ഈ ബന്ധു? ഇതുവരെ ഇല്ലാത്ത ഈ കഥാപാത്രം എവിടെ നിന്ന് വന്നു? ആരാണ് അയാള്? അയാളെന്തിനാണ് പരാതി കൊടുക്കുന്നത്? ആ പരാതിയിന്മേലാണ് അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി എതിരെ പോയി. അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ 10-ാം തീയതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ 14-ാം തീയതി എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെന്നുമാണ്. പക്ഷേ ഇവിടെ വിജിലൻസിന് ബന്ധു കൊടുത്ത പരാതിയിന്മേലാണ് 14-ാം തീയതി ചോദ്യം ചെയ്യാൻ വിളിച്ചത്. 10-ാം തീയതി വിജിലൻസിന് കൊടുത്ത പരാതി, അതിന്മേൽ എങ്ങനെയാണ് 14-ാം തീയതി മൊഴിയെടുക്കാൻ വിളിക്കുക? സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ളൊരു പരാതി വന്നാൽ അപ്പം തന്നെ ഒരു ക്വിക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ്. കാരണം ഇത് 99,500 രൂപയോളം കൈക്കൂലി കൊടുത്ത കേസാണ്. അപ്പൊ പണം കണ്ടെത്തണം, അതെവിടെയാ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അന്വേഷണം നടക്കേണ്ടതാ. എന്തുകൊണ്ടാണ് അന്വേഷണം നീണ്ടുപോയത്? സത്യപചാരി കേസില് ദിവ്യക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്ത ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഈ പ്രശാന്തിനെതിരായിട്ട് കേസെടുക്കേണ്ടതായിരുന്നു. അയാൾ ഒരു പെട്രോൾ ബങ്കിന്റെ NOCക്ക് അപേക്ഷിച്ചു. അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് മൂലധനം എവിടെ നിന്നാണ്? അയാളൊരു സാധാരണ സർക്കാർ ജീവനക്കാരനാണ്, ഒരു പ്യൂണോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുകളിലോ ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്.
അയാൾക്ക് ഈ കോടിക്കണക്കിന് രൂപ എവിടെ നിന്ന് കിട്ടി? അയാൾക്ക് അതിനുള്ള സ്വത്തുണ്ടോ? വരവിനേക്കാൾ കൂടുതൽ സ്വത്ത് അയാൾ ആർജിച്ചിട്ടുണ്ടോ? അത് അന്വേഷിക്കേണ്ടതല്ലേ? ഇപ്പൊ അയാൾ കൊടുത്ത പരാതിയിന്മേൽ നവീൻ ബാബുവിനെതിരായിട്ട് അന്വേഷണം നടന്നു. എന്തുകൊണ്ട് ഈ പ്രശാന്തിനെതിരായിട്ട് അന്വേഷണം നടന്നില്ല? അയാളുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ പരാതി വ്യാജരേഖയായിരുന്നില്ലേ? വ്യാജ ഒപ്പിട്ടതായിരുന്നില്ലേ? മറ്റാളുകൾ തയ്യാറാക്കിയതായിരുന്നില്ലേ? അതിന്റെ പേരിൽ അയാൾക്കെതിരെ അന്വേഷണം നടക്കേണ്ടതല്ലേ? ഇതൊന്നും നടക്കുന്നില്ല. പ്രശാന്ത് എപ്പോഴും സംരക്ഷിതനാണ്. പ്രശാന്തിന് CPM നേതാക്കളുമായിട്ട് അത്രയ്ക്ക് അടുത്ത ബന്ധമാവുള്ളത്. ഈ പെട്രോൾ ബങ്കിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ പലരും CPMന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പൊ അയാളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇതുവരെ അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ ആ അന്വേഷണവും ഇതിൽ നവീൻ ബാബുവിനെതിരായിട്ട് ഒരു തെളിവുമില്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനുള്ള ഒരു പഴുതുമില്ല എന്ന് വളരെ പരിശ്രമിച്ചു നോക്കിയതിനു ശേഷം വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നവീൻ ബാബുവിനെ കുറ്റക്കാരനായി ചിത്രീകരിക്കാനും അതുവഴി CPM നേതാക്കളെ, ഇപ്പോൾ ഒരു പ്രതിയേ ഉള്ളൂ, നാളെ CBI വന്നാൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും, അവരെയൊക്കെ സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങളാണ് CPM ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പരാജയപ്പെടുന്നതും ജനങ്ങളുടെ മുമ്പിൽ അവര് തുറന്നു കാട്ടപ്പെടുന്നതും ഈ പാർട്ടി മനസ്സിലാക്കുന്നില്ലേ? എന്തുകൊണ്ട് CPMന് ഇങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയങ്ങൾ ഒരു പാഠമാവുന്നില്ല? ചെളി നിറഞ്ഞ ചതുപ്പ് നിലത്തിലിറങ്ങിയ ഒരു ആനയെ പോലാണ് ഈ കേസിൽ ഇപ്പോൾ പാർട്ടി പെട്ടിരിക്കുന്നത്. നിറയെ ചെളിയാണ്. ഓരോ അടി മുന്നോട്ട് വയ്ക്കും തോറും ആന കൂടുതൽ കൂടുതൽ ചെളിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്.